ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടാൻ DGP. സർക്കാരിന് റിപ്പോർട്ട് നൽകുക, വിശദീകരണം ലഭിച്ച ശേഷം അട്ടിമറിയിൽ അജിത് കുമാറിന്റെ പങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തി SITയുടെ പുതിയ റിപ്പോർട്ട്. നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നും ഹർജിയിൽ. ബോർഡ് അംഗം ഉമർ ഫൈസിയും കോടതിയിൽ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. കഴിഞ്ഞ രാത്രി വൈദ്യുതി മുടങ്ങിയത് 1-ലേറെ തവണ. നിയന്ത്രണം വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യത. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും മഴ കുറഞ്ഞതും പ്രതിസന്ധി. വിവാദമായ FCRA നിയമ ഭേദഗതി ബില്ല് പാസാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കും. കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ലിൽ മാറ്റങ്ങളില്ലെന്ന വിവരം. വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇറാനിൽ 6ാം ദിനവും ശക്തമായ ആക്രമണവുമായി അമേരിക്ക. ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിൽ ആക്രമണം. ഹോർമൂസിൽ ഉപരോധം മറികടന്ന 3 കപ്പലുകൾ തടഞ്ഞെന്ന് അമേരിക്ക. ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലും ആക്രമണവുമായി ഇറാൻ. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് 13 വിക്ഷേപണ ദൗത്യം മാറ്റി. വിക്ഷേപണ കൗണ്ട് ഡൗൺ അവസാന നിമിഷം നിർത്തി. ദൗത്യം റദ്ദാക്കിയത് ബൂസ്റ്റർ റോക്കറ്റ് എഞ്ചിനുകൾ കത്തിച്ചതിന് തൊട്ടു പിന്നാലെ. എല്ലാ എഞ്ചിനുകളും ജ്വലിക്കാത്തതിനാൽ ഓട്ടോമാറ്റിക് സംവിധാനം ലോഞ്ച് ഉപേക്ഷിച്ചെന്ന സ്പേസ് എക്സ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിക്ഷേപണം നാളെ.